വിഷയത്തെക്കുറിച്ച് മാപ്പിളപ്പാട്ടിന്റെ തുടക്കം മുതൽ ഇങ്ങനെ പോകുന്നത് അതിന്റെ ഭാഷാപരമായിട്ടുള്ള പിന്നെ സങ്കലനമായിട്ടുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ ഭാഷയിൽ മാത്രം ഒതുങ്ങിയിട്ടല്ല, അതിന്റെ വൈകാരികപരമായിട്ടുള്ള രംഗങ്ങളും എല്ലാം സാർ വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങളെ ശ്രോതാക്കളെ എന്താ പറയാ മാപ്പിളപ്പാട്ടിന്റെ ഒരു ലോകത്തേക്ക് ഞങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. താങ്ക് യു സാർ. ഇനി മാപ്പിളപ്പാട്ട് കലകളിലെ പ്രണയവും വിരഹവും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ഗായിക ബൻസീറ റഷീദ് നമ്മുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മലബാർ കൾച്ചറൽ ആൻഡ് ലിറ്റററി ഫെസ്റ്റിവലിന്റെ ഭാഗമായി മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട ഒരു സെഷന്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് നേരത്തെ നിങ്ങളുടെ മാം പറഞ്ഞത് നിങ്ങളെല്ലാവരും ചായ കുടിക്കാൻ പോയിരുന്നാണ്, പക്ഷെ പച്ചവെള്ളം പോലും കുളിച്ച് ഒരു ഉഷാറ് കാണുന്നില്ല. ഭയങ്കര സങ്കടത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. കൈയൊന്നും അടിക്കണ്ട, ഒന്ന് ചിരിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ സങ്കടം കാണുമ്പോൾ ഇത് എങ്ങനെ ഈ പാട്ടെല്ലാം പാടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. കുറെ ആൾ ലേസ് തിന്നുന്നുണ്ട്, ഫ്രൂട്ടി കുടിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും ഉഷാർ നിങ്ങളെ മുഖത്ത് കാണുന്നില്ല. ഒന്ന് ഉഷാറായിട്ടൊന്ന് കൈയടിച്ചൊന്ന് ചിരിച്ചേ. നമ്മളൊരു ഫാമിലി പോലെ കുറച്ച് സമയം ഇവിടെ മൊയ്തുമാഷ് എന്ന് പറയുന്നത് ഒരു സഹാര മരുഭൂമിയാണ് മാപ്പിളപ്പാട്ടിന്റെ അറിവിന്റെ കാര്യത്തിൽ. അവിടെയാണ് ഒരു ചെറിയ ലോറിയിൽ കുറച്ച് മണ്ണുമായിട്ട് വന്നിട്ട് ഞാനിവിടെ ഇരിക്കുന്നത്. എത്ര ഇങ്ങോട്ട് ലോഡ് ഇറക്കിയാലും മാഷിന്റെ അടുത്ത് എത്തൂല. എന്നാലും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഇങ്ങനെയുള്ള എന്ത് അവസരങ്ങൾ കിട്ടിയാലും ഞാനത് പാഴാക്കാറില്ല. കാരണം നമ്മൾ എന്ത് ജോലി എടുക്കുമ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ മാപ്പിളപ്പാട്ട് എന്ന ഒരു മാപ്പിളപ്പാട്ട് ഗായിക എന്ന നിലയിൽ അതിനെ കൊണ്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെ ഒരു സെഷൻ ഉണ്ടെന്ന് മാഷ് വിളിച്ച് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാപ്പിളപ്പാട്ടിലെ പ്രണയവും വിരഹവും. മാപ്പിളപ്പാട്ടിലെ പ്രണയത്തെക്കുറിച്ചും വിരഹത്തെക്കുറിച്ചും എത്രമാത്രം പറഞ്ഞാലും അത് മതിയാവില്ല. മാഷ് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്കുള്ളത്. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. മാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാപ്പിളപ്പാട്ടിന് നമുക്ക് മെയിനായിട്ട് 6 വിഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തതാണ് പേരിമ്പം. പേരിമ്പം എന്ന് പറയുന്നത് ദൈവികപരമായത് അല്ലെങ്കിൽ ആത്മീയപരമായ ഗാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ്. രണ്ടാമത്തത് ചിറ്റിമ്പം അല്ലെങ്കിൽ ലൗകികം എന്നും പറയും. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വളരെ ഇമ്പത്തോടു കൂടി അവതരിപ്പിക്കുക. മാഷ് സൂചിപ്പിച്ച പോലെ അത് ചിലപ്പോൾ ഒരു സർക്കീട്ട് പാട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാപ്പിളപ്പാട്ടിൽ തന്നെ ഒരുപാട് ശാഖകളുണ്ട്. തേങ്ങാപ്പാട്ട്, മാങ്ങാപ്പാട്ട് എന്നൊക്കെ. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന എന്ത് കാര്യങ്ങളെ കുറിച്ചും ഈ ഒരു വിഭാഗത്തിലുള്ള പാട്ടുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. മൂന്നാമത്തതാണ് ആശ് അല്ലെങ്കിൽ പ്രകീർത്തന ഗാനങ്ങൾ. അതായത് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള മദ്ഹ് ഗാനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ കുറിച്ചുള്ള അവരെ പ്രകീർത്തിച്ച് എഴുതുന്ന മഹാനായ CHനെ പറ്റിയൊക്കെയുള്ള അങ്ങനെയുള്ള പ്രകീർത്തന ഗാനങ്ങളാവാം. പിന്നെ വരുന്നതാണ് മധുരകവി അല്ലെങ്കിൽ പ്രണയം. അതാണ് എനിക്ക് കിട്ടിയ വിഷയം. അതുപോലെ തന്നെ 5ാമത് വരുന്ന ഒയ്യാരം അല്ലെങ്കിൽ ശോകം. 6ാമത് വരുന്നത് വിസ്താരം, അതായത് ഖണ്ഡകാവ്യങ്ങൾ. നമ്മുടെ മലപ്പുറം വള, ഉഹുദ്, അങ്ങനെ ഒരു ലോങ് സ്റ്റോറീസ് പറയുന്ന വിഭാഗം. പ്രണയം എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടില് കൂടുതലും ആ ഒരു കാലഘട്ടത്തിൽ ആത്മീയപരമായ അല്ലെങ്കിൽ ദൈവികപരമായ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകളാണ് വന്നിട്ടുണ്ടായത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. 500 വർഷത്തിലധികം പഴക്കമുള്ള മുഹീദ്ദീൻ മാല കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള അല്ലെങ്കിൽ ആദ്യത്തെ മാപ്പിളപ്പാട്ട് കൃതി എന്നറിയപ്പെടുന്നത് മുഹീദ്ദീൻ മാലയാണ്. അതൊരു ദൈവികപരമായ അല്ലെങ്കിൽ ആത്മീയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതിലൊരു കുറച്ച് വരികൾ പാടിയിട്ട് തന്നെ ഞാൻ തുടങ്ങാം. അല്ലാ തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകൽ അരുളാലേ ആയ മുഹമ്മദ് അവർ കിളാണോവർ എല്ലാ കിളയിലും വൻകിളായോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ
സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ ചെയ്തവർ തായും ബാവയും ആണോവർ. ഇതാണ് മൊഹീദ്ദീൻ മാല. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് 1872 നമ്മുടെ പ്രിയപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന പ്രണയകാവ്യം രചിക്കുന്നത്. അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾക്ക് ഏറ്റിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ തികച്ചും വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് അദ്ദേഹം കൊണ്ടുവന്നത്. പ്രണയം എന്നൊരു വിഷയമാണ് ഇതിലൂടെ കൈകാര്യം ചെയ്യുന്നത്. ഒരു പക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി ഇന്ദുലേഖ ഇറങ്ങുന്നതിന്റെ ഒരു 17 വർഷം മുന്നേ തന്നെ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് അതിലുള്ള കഥ നിങ്ങൾക്ക് കേൾക്കാൻ ടി.ക്ക് എഴുതിയ നമ്മുടെ PT അബ്ദുറഹ്മാൻ രചിച്ച് നമ്മുടെ പീർക്ക പാടിയ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മഹിയിൽ മഹാസീൻ എന്ന് മഹിമയിഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മണിവൈരം മാണിക്യം മരതകവും നാണിക്കും മതിയഴകായി മേവുന്നു മതിമുഖിയാള്, അവളുടെ മധുരിതമാ പേരാണ് ഹുസ്നുൽ ജമാല്. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? എന്തേലും പറ. ചായ പോരാ, സ്ട്രോങ് ആക്കാൻ പറയണേ. അപ്പോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രണയകാവ്യം എന്ന് പറയാം, ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ. അതിനുശേഷം ഒരുപാട് പ്രണയം എന്ന് പറയുന്ന വിഷയം ഒരുപാട് പാട്ടുകൾ മാപ്പിളപ്പാട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ലൈല മജ്നു, അങ്ങനെ ഒരുപാട് പ്രണയ വിഷയങ്ങളായിട്ട് നമ്മുടെ പലതരത്തിലുള്ള മാപ്പിളപ്പാട്ട് കവികൾ എഴുതിയിട്ടുണ്ട്. അതില് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈല മജ്നുവിന്റെ കഥ പറയുമ്പോൾ കുറച്ചൊരു സാഡാണ്. അപ്പൊ നമുക്കത് വിരഹത്തിലേക്ക് വെക്കാം. നമുക്ക് ആദ്യം കുറച്ച് സന്തോഷമായിട്ട് തന്നെ പോവാം. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലിന്റെ കഥ നമുക്ക് പ്രണയത്തിൽ മാത്രമല്ല വിരഹത്തിന്റെയും ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം അവരുടെ സ്നേഹം മാത്രമല്ല, ഈ ഒരു സ്നേഹം കൊണ്ട് അവർ രണ്ടുപേരെയും വേർപെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വിരഹ കാലഘട്ടം കൂടെ ഈ ഒരു സ്റ്റോറിയിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ ആദ്യം സന്തോഷമായിക്കോട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ കേട്ടിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ബാപ്പു വെള്ളിപ്പറമ്പ് എഴുതിയ ഒരു പാട്ടുണ്ട്, അത് പാടാം. കടക്കണ്ണിൻ മുന കൊണ്ട് നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാള്, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ നൊലിപ്പിച്ച കണ്ണാള്, എന്നെ കൊടുക്കിയ പൂമോള്. കടക്കണ്ണിൻ മുന കൊണ്ട് നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാള്, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ നൊലിപ്പിച്ച കണ്ണാള്, എന്നെ കുടുക്കിയ പൂമോളെ. ഇതൊരു പാട്ടാണ്. പിന്നെ മാപ്പിളപ്പാട്ടിലെ പ്രണയം നമ്മള് മലയാള സിനിമ എടുത്തു നോക്കിയാൽ അതിലും ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മറ്റൊരു പാട്ട്, അതായത് മാഷ നേരത്തെ സൂചിപ്പിച്ചാൽ ചില പാട്ടുകൾക്ക് പ്രായമില്ല. ഏത് ജനറേഷൻ ആയാലും ആ പാട്ടുകൾ ഇങ്ങനെ കൈമാറ്റം ഇങ്ങനെ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. 1954 ഇറങ്ങിയ നീലക്കുയിൽ എന്ന ഫിലിമിൽ ഒരു ദുരന്ത പര്യവസായിയായ ഒരു പ്രണയമാണ്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടുണ്ട് അതിൽ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളക്കിലൂക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ഇതൊരു മാപ്പിളപ്പാട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രണയഗാനമാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബാബുക്ക MS ബാബുരാജ് കമ്പോസ് ചെയ്ത് അദ്ദേഹം പാടിയ നമ്മുടെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും
കല്യാണവും പ്രണയവും. അലിയാരെ കല്യാണ പുതുമ ചൊല്ലാൻ മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. അരിമുല്ല പുതു ബീവി ഉടുത്തുരുങ്ങി അതിർപ്പങ്ങൾ പറഞ്ഞാലും ഓടുങ്ങയില്ല ഓടുങ്ങയില്ല. പിന്നെ നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ എഴുത്തുകാരൻ യൂസഫ് അലി കേച്ചേരി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അമ്മിഞ്ഞപ്പാലിനൊപ്പം നുണഞ്ഞ മാപ്പിളപ്പാട്ടാണ് എന്നൊരു എഴുത്തുകാരനാക്കി മാറ്റിയതെന്ന്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗാനമുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ജാനകി അമ്മ പാടിയ. നട്ടു നനയ്ക്കാതെ തൊട്ടുതലോടാതെ നട്ടു നനയ്ക്കാതെ തൊട്ടുതലോടാതെ പൊട്ടി വിരിഞ്ഞല്ലോ പൂമുല്ല എന്റെ കൽവിലെ മോഹത്തിൻ തൈമുല്ല. ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഞാൻ പിന്നെ കൂടുതലും മാപ്പിളപ്പാട്ട് വരുന്ന സിനിമാ ഗാനങ്ങൾ പാടുന്നത് അത് കേട്ടിട്ടെങ്കിലും നിങ്ങളൊന്ന് ചിരിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട്. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. ബാക്കി അറിയോ? ബാക്കി അറിയോ? ഇല്ലേ? കഷ്ടായിപ്പോയി. വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈന ഇന്നും ഉറങ്ങിയില്ല. ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ പുതുതലമുറയിലേക്ക് വരികയാണെങ്കിൽ പ്രണയത്തെ കുറിച്ച്, നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിൻ മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. പിന്നെ ഷാഫിക്ക അദ്ദേഹത്തിന്റെ പത്നിയെ പറ്റി എഴുതിയ പാട്ട്, സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണേ റജില, ചെമ്പക പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമ. ഇനി നമ്മള് വിരഹത്തിലേക്ക് കടക്കാം. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പൊ ഈ ഒരു സമയത്തിൽ ഈ രണ്ട് കാര്യങ്ങളും കവർ ചെയ്യണമല്ലോ. വിരഹം പറയുകയാണെങ്കിൽ നമ്മൾക്ക് 1921-22 ഖിലാഫത്ത് കാലഘട്ടത്തെ കുറിച്ച് പറയേണ്ടി വരും. കാരണം ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആ ഒരു യുദ്ധത്തിന്റെ ഫലമായിട്ട് എല്ലാ വീടുകളിലും സ്ത്രീകൾ മാത്രമുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ആ വീട്ടിലുള്ള ഭർത്താക്കന്മാരാവാം, സഹോദരന്മാരാവാം, അല്ലെങ്കിൽ ആൺമക്കളാവാം, ഇവരൊക്കെ ഒന്നെങ്കിൽ മരണപ്പെടും, അല്ലെങ്കിൽ ഇവരെ വിവിധ ജയിലുകളിലേക്ക് അയക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ മഹാനായ പുലിക്കോട്ടിൽ ഹൈദർ എഴുതിയ മറിയക്കുട്ടിയുടെ കത്ത്, ഒരു വലിയ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു പാട്ടായിരുന്നു അത്. അവരുടെ ഹസ്ബൻഡ് ഹസൻകുട്ടി ജയിലിലാണുള്ളത്. അപ്പോൾ നാട്ടിലുള്ള തൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് അദ്ദേഹത്തിനോട് ആൾക്കാർ പറയുകയും, അപ്പൊ അത് വിശ്വസിച്ചുകൊണ്ട് മറിയക്കുട്ടിയുടെ ഉമ്മയ്ക്ക് ഹസൻകുട്ടി ഒരു കത്ത് എഴുതുകയാണ്. അതായത്, നിങ്ങളുടെ മോളെ ഞാൻ എൻ്റെ ഭാര്യ പദവിയിൽ നിന്നും, നമ്മുടെ ത്വലാഖ് എന്ന് പറയും, അതിൽ നിന്ന് നീക്കം ചെയ്യുന്നു എന്നുള്ള ഒരു ഉള്ളടക്കമുള്ള ഒരു കത്ത് എഴുതിയപ്പോ, പണ്ടത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട് എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില ആൾക്കാരുടെ സഹായം തേടും. അങ്ങനെ ഒരു കത്ത് എഴുതി തരണം, എനിക്ക് അവരോട് ഇന്ന കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ മറിയക്കുട്ടി പുലിക്കോട്ടിൽ ഹൈദരലി സാഹിബിന്റെ സഹായത്തോടു കൂടി എഴുതിയ കത്താണ് മറിയക്കുട്ടി കത്ത്. അതിൽ അവരുടെ നിസ്സഹായാവസ്ഥയാണ് അവര് വ്യക്തമാക്കുന്നത്. അപ്പോ അതിലെ കുറച്ച് വരികൾ പാടാം. ആലങ്ങൾ ആറുമുണ്ട അലീഫും കുന്നിട കൊണ്ട് അമൈത കോൻ തിരുനാമം തവക്കം വിണ്ട് സ്തുതിയാൽ അതും സലാമയും മൊളിന്തും കൊണ്ട് ബോലും നെന്നിരുക
വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു മെസ്സേജ് അയച്ചാൽ മതി അല്ലേ, അപ്പൊ തന്നെ റിപ്ലൈയും കിട്ടും. പക്ഷെ ആ ഒരു സമയത്ത് അവര് അനുഭവിച്ച ഒരു മാനസിക പിരിമുറുക്കം എത്രയാണെന്ന് പക്ഷെ നമുക്ക് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. കാരണം ഇങ്ങനൊരു വാർത്ത അറിഞ്ഞ് അവർക്കൊരു അതിനെക്കുറിച്ചൊരു കത്ത് അയച്ചു, എന്തായിരിക്കും അവിടുന്ന് വരുന്ന ഒരു മറുപടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവര് ഒരു ആകാംക്ഷയും വിഷമമൊക്കെ കവി ഇതില് വിശദീകരിച്ചിട്ടുണ്ട്. മറിയക്കുട്ടി കത്ത് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ഉണ്ടായതാണെങ്കിൽ പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മലബാറിൽ നമുക്ക് ദാരിദ്ര്യം പിടിപെട്ടപ്പോഴാണ് എല്ലാവരും പ്രവാസത്തെ ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. പ്രവാസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ വീട്ടിൽ അവരെ വിളിക്കാനോ അല്ലെങ്കിൽ അവരെ മുഖം നേരിട്ട് കാണാനോ എന്നുള്ള ഒരു സാഹചര്യമല്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ് നമ്മുടെ പ്രിയപ്പെട്ട എസ്.എ. ജമീൽ സാഹിബിന്റെ കത്ത് പാട്ടുകൾ എന്ന് പറയുന്നത്. അദ്ദേഹം 1977 ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അബുദാബിയിൽ പോയപ്പോഴാണ് അദ്ദേഹം കത്ത് പാട്ട് എഴുതുന്നത്. അദ്ദേഹം ഒരു കവി എന്നതിലുപരി നല്ലൊരു സൈക്കാട്രിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്ന കൂടുതലും രോഗികൾ എന്ന് പറയുന്നത് ഈ ഭർത്താക്കന്മാര് ഗൾഫിൽ പോയൊരു 5, 6, 7 വർഷമൊന്നും കഴിഞ്ഞ് വരാത്ത ഭാര്യമാരായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് രോഗികളായിട്ട് കൂടുതൽ, അതായത് ഈ ഡിപ്രഷൻ കൂടിയിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ കഥകളൊക്കെ കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കത്തുപാട്ട് രചിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അതിലെ കുറച്ച് വരികൾ പാടാം. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് തന്നെ എഴുതിയിടട്ടെ. മറുനാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണിന്ന് കരുതി സന്തോഷിക്കട്ടെ. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ പാട്ട് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് വന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇനി അങ്ങോട്ടുള്ള വരികള് ഒരുപാട് പാടാനുണ്ട്, പക്ഷെ നമുക്ക് അത്ര സമയമില്ല. ഇൻഷാ അല്ലാഹ് ഇനിയൊരു വേറൊരു അവസരം വരികയാണെങ്കിൽ നമുക്ക് കത്തുപാട്ട് എന്നുള്ള ഒരു സെഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞാൽ തീരാത്തത്ര പാട്ടുകളും കഥകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി, അദ്ദേഹം തന്നെ ഇതിനൊരു മറുപടി പാട്ട് എഴുതി. ഇതിപ്പോ ഭാര്യയുടെ വിഷമം മാത്രമാണ്, പക്ഷെ അവിടെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന ഭർത്താവിനും പറയാനുണ്ടാവില്ലേ. അപ്പം ഭർത്താവ് എന്താണ് പറഞ്ഞത് നോക്കാം നമുക്ക്. അബുദാബിയിലുള്ളൊരെഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ കത്ത് കിട്ടി. എൻ പ്രിയ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്തു ഞാൻ കണ്ട് ഞെട്ടി. മധുരാനുഭൂതികളയവിറക്കി മനസ്സിൽ വിനടിയും പൂപ്പേറുക്കി. കരളിൻ ചുടുരക്തമഷിയിൽ മുക്കി കത്തിന്റെ കതിർമാല കോർത്തൊരുക്കി. ഈ വിരഹം അല്ലെങ്കിൽ ശോകം, വിഷമം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവിനും മാത്രമല്ല, ഇതേപോലെ തന്നെ നമ്മുടെ മക്കളെ വിട്ട് ദൂരനാടുകളിൽ നിൽക്കുന്ന മക്കൾക്കും ഉണ്ടാവും, പിതാവിനോടും ഒക്കെ പറയാൻ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ നാട്ടുകാരനായ നമ്മുടെ അകാലത്തിൽ വിട്ടുപോയ നമ്മുടെ സലീം കണ്ണൂർ സലീം, അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. വിളിച്ചില്ലല്ലോ ബാപ്പ, വിളിച്ചില്ലല്ലോ ഫോണ്, വിളിച്ചില്ലല്ലോ എന്റെ പുന്നാര ബാപ്പ. വിളിച്ചിടുവാൻ മോളെ കൊതിയുണ്ടല്ലോ, മോളെ കൊതി തീർത്തിടാൻ മോള് ദുആ ചെയ്തിടൂ. ഇങ്ങനെയുള്ള പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ദുരന്ത പര്യവസായിയായ പ്രണയമാണെങ്കിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രണയം തന്നെയായിരുന്നു ലൈല മജ്നുവിന്റെ പ്രണയം. അത്
കൈസ് എന്നാണ് പേര്. പക്ഷെ ലൈലയുടെ പ്രണയം മൂത്ത് ഭ്രാന്തനായി നടന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ മജ്നു എന്ന് വിളിച്ചത്. മജ്നു എന്ന് പറഞ്ഞാൽ ഭ്രാന്തനാണ്. അപ്പോ അവരെ കുറിച്ചിട്ടും നമ്മുടെ പ്രേം സൂറത്ത്, എൻ്റെ നാട്ടുകാരനായ പ്രേം സൂറത്ത് എഴുതിയ, ഇതേപോലെ സലീം ക പാടിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ടുണ്ട്. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റലെ കണ്ടുവോ നീ അമാരനെ. ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റലെ കണ്ടുവോ നീ അമാരനെ. ലൈല മജ്നുവിൻ നാട്ടിലെ. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര പ്രണയവും വിരഹവും ഉൾപ്പെടുന്ന ഗാനങ്ങൾ മാപ്പിളപ്പാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടെ ഞാൻ പറയാണ്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിന് പോയാൽ തന്നെ മാപ്പിളപ്പാട്ട് സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ട് ഓക്കെ, അങ്ങനെ ഒരു കാഴ്ചപ്പാട് നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മലയാള സിനിമ എടുത്തു നോക്കുക തന്നെ, ആ സിനിമ ഫേമസ് ആവണമെങ്കിൽ ഒരു മാപ്പിളപ്പാട്ട് ഇല്ലാതെ നടക്കൂല എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മാപ്പിളപ്പാട്ട് ഗായിക എന്ന നിലയിൽ വളരെയധികം അഭിമാനത്തോടെ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മാപ്പിളപ്പാട്ടില്ലാത്ത ഒരു സിനിമ ഇന്ന് നമ്മുടെ ഇടയിൽ ഇറങ്ങുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അത് തന്നെ പഴയ കാലഘട്ടത്തിലുള്ള പാട്ടുകൾ അവർ അതിന്റെ തനിമ ചോരാതെ പുതിയ രീതിയിൽ പുതിയ ഗായകരെ കൊണ്ട് പാടിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴും ഈ പാട്ടുകളൊക്കെയും ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് അത് വളരെ പുതുമയോട് തന്നെ ഇങ്ങനെ കൈമാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് അടുത്ത കാലത്തായി ഇറങ്ങിയ 1-2 പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് പാടിത്തരാം. മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി ഇഷ്ക കടലിന്റെ മോസപൂട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനി യൂസഫ് നബിയിൽ നിറഞ്ഞല്ലോ. ആരംഭം തുളുമ്പും ചെങ്കാതിർമുഖം മാറും കണ്ട് നേരമ്പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വീരിനതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായാലുള്ള ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം, ആനന്ദമൃത കല്യാണം. തൽക്കാലം ഞാൻ എൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇത്രയും സമയം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ ബാക്കി സംഘാടകർക്കും, പിന്നെ എന്നെ ഈ ഒരു സെഷനിലേക്ക് ക്ഷണിച്ച മൊയ്തു മാഷിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.